കേരള BSc ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഇന്ന് 91 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 91. Which type of test in hazardous to testing operator? Ultrasonic test, X-ray test, magnetic particle test, dye penetrant test. നമുക്കറിയാം ഇവിടെ X-ray ടെസ്റ്റ് ആണ് കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് വരുന്ന റേസ് ഉള്ളത്. അതുകൊണ്ട് X-ray ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അൾട്രാസോണിക് ടെസ്റ്റ് എന്ന് പറയുന്നത് സൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഹാംഫുൾ എഫക്റ്റ് അല്ല അല്ലെങ്കിൽ ഹസാർഡസ് അല്ല. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ് നമുക്കറിയാം, മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് മാഗ്നറ്റിക് ഇഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ടെസ്റ്റ് റിസൾട്ട് എടുക്കുന്നത്. അത് ഹാംഫുൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് അല്ല. ഡൈ പെൻട്രന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് ഡെവലപ്പർ വെച്ച് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു ഹസാർഡസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല. സോ ദ ആൻസർ ഈസ് X-ray ടെസ്റ്റ്. ഓപ്ഷൻ ബി X-ray ടെസ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വോളിയം ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് ആർ ഈസ്. നമുക്കറിയാം വോളിയം ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത് 4/3 πr³ ആണ്. 4/3 πr³. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ഗ്യാസ് നോസിൽ യൂസ്ഡ് ഫോർ 6 mm ഡയമീറ്റർ ടങ്സ്റ്റൺ ഇൻ TIG വെൽഡിംഗ് പ്രോസസ്? നമുക്കറിയാം 6 mm ഡയമീറ്റർ ടങ്സ്റ്റൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് നോസിൽ സൈസ് എന്ന് പറയുന്നത് 16 ആണ്. ഓപ്ഷൻ ഡി 16 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 95. വാട്ട് ഡസ് ദ ലെറ്റർ K ഇൻഡിക്കേറ്റ് ഇൻ ദ ഇലക്ട്രോഡ് കോഡിംഗ് EB55426H1KX? അവിടെ K എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ K എന്ന് പറയുന്ന ലെറ്റർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻസ് നോക്കാം. അയൺ പൗഡർ ഇലക്ട്രോഡ് വിത്ത് 130 to 149% റിക്കവറി, 110 to 129% റിക്കവറി, റേഡിയോഗ്രാഫിക് ക്വാളിറ്റി ഇലക്ട്രോഡ്, ആൻഡ് ഫൈനലി ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ്. നമുക്ക് ഓരോ കോഡ്സ് നമുക്ക് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ E ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കവേർഡ് ഇലക്ട്രോഡ് ആണ്. B ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് കവറിംഗ് ആണ്. 5-4 അതുപോലെ സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇലോങ്ങേഷൻ ആൻഡ് ഇമ്പാക്ട് പ്രോപ്പർട്ടീസ് ആണ് 5ഉം 4ഉം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡിംഗ് പൊസിഷൻ ആണ്. 6 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ് കണ്ടീഷൻ ആണ്. H1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ കൺട്രോൾഡ് ഇലക്ട്രോഡ്സ് ആണ്. K ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ K ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയൺ പവേർഡ് ഇലക്ട്രോഡ് വിത്ത് 130 to 149% റിക്കവറി ആണ്. ആൻഡ് X ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റേഡിയോഗ്രാഫിക് ക്വാളിറ്റി ഇലക്ട്രോഡ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അയൺ പവേർഡ് ഇലക്ട്രോഡ് വിത്ത് 130 to 149% റിക്കവറി. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് എ വർക്കർ ഹാസ് സഫേർഡ് ഫ്രം ഇലക്ട്രിക് ഷോക്ക് ഹി ഷുഡ് ബി. നമുക്കറിയാം ഓപ്ഷൻ എ ഗീവ് എൻ ആൽക്കഹോളിക് ഡ്രിങ്ക്, ഗീവ് എ കോൾഡ് ഡ്രിങ്ക്, ഓപ്ഷൻ സി മെയ്ഡ് ടു വാം ആൻഡ് കവേർഡ്. ഇപ്പൊ ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മെയ്ഡ് ടു വോക്ക് ആണ്. ബാക്കിയെല്ലാം നമുക്ക് അത്രയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് കാണുന്നില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് വെൽഡിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ പൈപ്പ് സെക്ഷൻ എൻഡ് ടു എൻഡ്? എൻഡ് ടു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്കാണ് തിരിച്ചു വരിക എന്നതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പ്രൊജക്ഷൻ, ഓപ്ഷൻ ബി ബട്ട്, ഓപ്ഷൻ സി സ്പോട്ട്, ഓപ്ഷൻ ഡി സീം. ഇതെല്ലാം റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഡിഫറെന്റ് മെത്തേഡുകളാണ്. നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ബട്ട് വെൽഡിംഗ് ആണ്. ബട്ട് വെൽഡിംഗ് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം. ഈ പിക്ചറിൽ കാണുന്ന മെത്തേഡിനെയാണ് നമ്മൾ ബട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ബട്ട് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് തന്നെ എൻഡ് ടു എൻഡ് ആണ്. അതിനൊരു എൻഡ് ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തിരിച്ചു വന്ന് അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എൻഡ് ടു എൻഡ് വെൽഡിംഗ് മെത്തേഡ് എന്നാണ് പറയുക. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസിസ്റ്റൻസ് വെൽഡിംഗ് മെഷീൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ പൈപ്പ് സെക്ഷൻ എൻഡ് ടു എൻഡ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ബട്ട് വെൽഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In MIG or MAG welding, filler wire is used when the filler wire is copper coated. By the options to prevent base metal reaction, to prevent atmosphere, to prevent gas shield, to prevent rust. നമുക്കറിയാം കോപ്പർ വയർ സാധാരണ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊറോഷൻ റെസിസ്റ്റന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കൊറോഷൻ പോലെയുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ടു പ്രിവെന്റ് റസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് അതിന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മിഗ് വെൽഡിംഗ് അല്ലെങ്കിൽ മാഗ് വെൽഡിംഗിൽ നമ്മൾ ഇങ്ങനെയുള്ള കോപ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഈ കോപ്പർ വയർ യൂസ് ചെയ്യുന്നത് ടു പ്രിവെന്റ് റസ്റ്റ്. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സൊല്യൂഷൻ ദ ഫിൽറ്റർ പേപ്പർ ഈസ് സോക്ക്ഡ് ടു ടെസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് ജനറേറ്റഡ് അസറ്റിലിൻ ഗ്യാസ്? ഓപ്ഷൻ എ കോപ്പർ സൾഫേറ്റ്, ഓപ്ഷൻ ബി സിൽവർ നൈട്രേറ്റ്, ഓപ്ഷൻ സി കോസ്റ്റിക് സോഡ, ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ്. അതായത് നമ്മൾ ഒരു അസറ്റിലിൻ ഗ്യാസിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഫിൽറ്റർ പേപ്പർ വഴിയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുള്ള ഒരു മെത്തേഡാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നമ്മൾ ഈ ഒരു പേപ്പർ കാണിക്കുമ്പോൾ അതിന്റെ കളർ കോഡ് വെച്ചിട്ട് നമ്മൾക്ക് ഈ അസറ്റിലിൻ ഗ്യാസിന്റെ പ്യൂരിറ്റി നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. സോ നമുക്ക് അതിന്റെ കുറേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ഇൻ വിച്ച് സൊല്യൂഷൻ ദ ഫിൽറ്റർ പേപ്പർ ഈസ് സോക്ക്ഡ് ടു ടെസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് ജനറേറ്റഡ് അസറ്റിലിൻ ഗ്യാസ്? സോ ആൻസർ ഓപ്ഷൻ ബി സിൽവർ നൈട്രേറ്റ് ആണ്. സിൽവർ നൈട്രേറ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഫിൽറ്റർ പേപ്പറിന്റെ കളർ കോഡ് വെച്ചിട്ട് നമ്മൾ അസറ്റിലിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ
the end of the contact tube and tip of the electrode in GMAW process? Options: stick out, arc length, tip to work distance. Option D, gauge length. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബും ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ്, നമുക്കറിയാം ഈ ട്യൂബിന്റെ സെൻട്രിൽ കൂടെ ഇലക്ട്രോഡ് പമ്പ് ചെയ്യാണ് ചെയ്യുക, അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുന്ന ഈ ഇലക്ട്രോഡിന്റെ ടിപ്പും ഈ ട്യൂബിന്റെ ടിപ്പും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചേക്കണേ. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്ന് പിക്ചർ കണ്ട് തന്നെ പഠിക്കാം. അപ്പൊ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് GMAW വെൽഡിംഗ്. ഇതിൽ നമുക്കറിയാം ഇതാണ് ട്യൂബ്. ഈ ട്യൂബിന്റെ ടിപ്പിലൂടെ വരുന്ന ഈ വയർ, ഇതിന്റെ ലെങ്ത്തിനെയാണ് എന്താണെന്ന് ചോദിച്ചേക്കണം. ഇത് നമുക്കറിയാം ഈ ലെങ്ത്തിന് നമ്മൾ സ്റ്റിക്ക് ഔട്ട് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ടിപ്പ് മുതൽ ഇവിടെ വരെയുള്ള ഈ ലെങ്ത്തിന് നമ്മൾ ആർക്ക് ലെങ്ത് എന്നാണ് പറയുക. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസിനെ കോണ്ടാക്ട് ട്യൂബ് ടു വർക്ക് ഡിസ്റ്റൻസ്, പിന്നെ ഇത് ട്രാവൽ സ്പീഡ്, നോസില്, കോണ്ടാക്ട് ട്യൂബ്, നോസിൽ ടു വർക്ക് ഡിസ്റ്റൻസ്, ഇതാണ് വർക്ക് പീസ്. ഇതൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട ഇത്. അപ്പൊ സ്റ്റിക്ക് ഔട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അൺമെൽറ്റഡ് വയർ കമ്മിങ് ഔട്ട് ഓഫ് ദ കോണ്ടാക്ട് ടിപ്പ് ഓഫ് ദ വെൽഡിംഗ് ഗൺ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബ് ആൻഡ് ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആണ് ഇൻ GMAW പ്രോസസ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സ്റ്റിക്ക് ഔട്ട് ആണ്. സ്റ്റിക്ക് ഔട്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകളും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.